പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിലേക്ക് തിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 2017 സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രിയുടെ രണ്ടാമത്തെ ഇസ്രായേൽ സന്ദർശനമാണിത്. നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ കൂടുതൽ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിനെയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ് 9 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിലെത്തുന്നത്. ഈ സന്ദർശന വേളയിൽ എന്തൊക്കെ ഗുണകരമായ കരാറുകൾ ഉണ്ടാകും? എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ? ജിൽസി പറഞ്ഞ പോലെ തന്നെ 2017 ജൂണിന് ശേഷം ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. നേരത്തെ 2017 മോദി സന്ദർശിച്ചതിന് ശേഷം 2018 ജനുവരിയിലായപ്പോൾ നെതന്യാഹു ഡൽഹി സന്ദർശിക്കുകയും ചെയ്തു, ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തു. പിന്നീട് ഈ രണ്ട് നേതാക്കന്മാർ പല ഉച്ചകോടിയിൽ കാണുന്നതല്ലാതെ ഒരു നേരിട്ടൊരു സന്ദർശനം ഇരു രാജ്യത്തേക്കും ഉണ്ടായിട്ടില്ല. പല കരാറുകളും കാലാനുസൃതമായി പുതുക്കപ്പെടേണ്ടതുണ്ട്. സുരക്ഷാ കരാറുകളാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും കരാർ പുതുക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അറിയുന്നത്. മാത്രമല്ല, പ്രതിരോധ രംഗത്തുള്ള ഇടപാടുകൾ, ഇതുകൂടാതെ മിസൈൽ സംവിധാനങ്ങൾ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, ഇങ്ങനെയുള്ള പ്രതിരോധ രംഗത്ത് ഒരു ശക്തമായ ഒരു ഇടപാടുകൾ ഇസ്രായേലുമായി നടത്താം എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്ത്യക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഇതുകൂടാതെ കൃഷി, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള ആ സാങ്കേതിക വിദ്യ എങ്ങനെ ഇന്ത്യയിൽ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ആലോചന ഉണ്ടാവും. പ്രത്യേകിച്ച് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ ഈ ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായിട്ടുള്ള ഒരു ചർച്ച നടത്തുക. എപ്സ്റ്റീൻ ഫയലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് വന്നതിന് ശേഷം ഉള്ള ഒരു സന്ദർശനം കൂടിയാണ്. നേരത്തെ ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ വലിയ തരത്തിൽ ഉയർന്നിരുന്നു. അതിനുശേഷമുള്ള ഒരു സന്ദർശനമാണെന്നുള്ള ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഒരു ഇന്ത്യൻ ടൈം 9 മണിക്കാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുന്ന് പോകുന്നത്. ഇസ്രായേലിൽ എത്തിയതിനു ശേഷം നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷം പാർലമെന്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും അവിടുത്തെ മ്യൂസിയം സന്ദർശിക്കുകയും അവിടുത്തെ പ്രസിഡന്റിനെ സന്ദർശിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനമായും 2 ദിവസത്തെ പ്രധാനമന്ത്രി ഗസ വംശഹത്യയുടെ പേരിൽ തന്നെ പ്രതിപക്ഷം വലിയ വിമർശനങ്ങൾ ഉയർത്തുന്നു ഈ രണ്ടാമത്തെ സന്ദർശനത്തിലും. കാര്യം, ഈ ഗസയിൽ വലിയ തരത്തിലുള്ള ഉന്മൂലനം നടക്കുമ്പോൾ പോലും വലിയ ഈ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പോലും ഇസ്രായേലിനെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ത്യക്കെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ഒരാവശ്യം ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന പല ആക്രമണങ്ങളിലും ഇന്ത്യ കൂടി ഒരു പങ്കാളിയാകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ തരത്തിലുള്ള ഒരു നിലപാടിൽ നിന്നും ഇന്ത്യ ഒരു അകലം പാലിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ പാലസ്തീൻ വിരുദ്ധ ഒരു പ്രശ്നങ്ങളിൽ നേരത്തെ ശക്തമായ നിലപാടെടുത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷം നിരന്തരം ചൂണ്ടിക്കാട്ടുന്നത്. മഹാത്മാഗാന്ധി മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഉള്ള സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ മുഴുവനും ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട് എന്നും ഒരു പാലസ്തീൻ അനുകൂല കാഴ്ചപ്പാടായിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള പ്രതിപക്ഷ വിമർശനം ശക്തമാകുമ്പോൾ പോലും ഒരു ഇസ്രായേൽ അനുകൂല നിലപാട് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിരുന്നത്. അക്കാര്യത്തിലെ ഒരു പ്രതിഷേധവും ശക്തമാണ്.